അങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയ കഥയുടെ രണ്ടാമത്തെ ഭാഗമാണിത്. അങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തിയത് എനിക്കൊരു സർപ്രൈസ് കിട്ടിയെന്നല്ല. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾക്ക് എൻ്റെ ഉപ്പ എനിക്ക് പുതിയൊരു മെഷീൻ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂ ആക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ക്ലാസ്സിൽ നിന്ന് പകുതി സ്റ്റിച്ച് ചെയ്യും, പിന്നെ വന്നിട്ട് ബാക്കി അത് തീർത്ത് കൊടുക്കും. ക്ലാസ്സിൽ നിന്ന് 1 മണിക്കൂറേ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി വീട്ടിൽ നിന്ന് അങ്ങനെ മെഷീന് അപ്പം തന്നെ വാങ്ങിയതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി. അങ്ങനെ ചുരിദാർ എ-ലൈൻ ടോപ്പ്, പിന്നെ സ്ട്രൈറ്റ് പാൻറ്റ്, പിന്നെ അത്ര തന്നെ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ അത് പഠിച്ച് നിർത്തി. അങ്ങനെ പിന്നെ കുറേ ഞാൻ സ്കൂളിൽ പഠിക്കുന്നതായതുകൊണ്ട് പിന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എനിക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യാനുള്ളത്, പിന്നെ എൻ്റെ ഉമ്മാക്ക് ബ്ലൗസ്, അത്രമാത്രം. പിന്നെ ഞാൻ മാരേജെല്ലാം കഴിഞ്ഞ് കുഞ്ഞായി മോൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. മോൾക്ക് അന്ന് നല്ല നല്ല ഫ്രോക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നു. അങ്ങനെ അത് കണ്ട് പിന്നെ ആൾക്കാരെല്ലാം ചോദിച്ചു തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന്. അങ്ങനെ അത് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടിന്യൂ ആക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് കണ്ടിന്യൂ ആയി. പിന്നെ അതിന് ശേഷം എനിക്കൊരു സ്റ്റിച്ചിങ് ഒരു പാഷനായി മാറി. അങ്ങനെ സ്റ്റിച്ചിങ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. ഇന്ന് ഞാൻ നല്ലൊരു നിലയിലെത്തിയിരിക്കുകയാണ്. നല്ല ഓർഡറുണ്ട്, നന്നായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ.